മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം 12 വർഷങ്ങളുടെ കാത്തിരിപ്പ്, ഒരു യാലവട്ടത്തിന്റെ കാത്തിരിപ്പിന് ശേഷം സഭയ്ക്ക് 3 മേൽപ്പട്ടക്കാരെ കൂടെ ലഭ്യമായി. ആ അഭിനവ എപ്പിസ്കോപ്പമാർക്കുള്ള സ്നേഹാദരങ്ങൾ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ പേരിൽ അറിയിക്കുന്നതിനാണ് നാം ഏവരും ഇവിടെ കൂടിയിരിക്കുന്നത്. റൈറ്റ് റവറൻഡ് സക്രിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പ, റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, റൈറ്റ് റവറൻഡ് മാത്യൂസ് മാർ സെറാഫിക് എപ്പിസ്കോപ്പ എന്നീ അഭിനവ എപ്പിസ്കോപ്പമാർക്ക് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ സ്നേഹോഷ്ണമായ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ മുഖ്യ അതിഥികളായി സംബന്ധിക്കുന്നത് മലങ്കര മാർത്തോമ സഭയുടെ 22ാമത് മാർത്തോമ അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത, നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് തോമസ് മാർ തീമത്യോസ് എപ്പിസ്കോപ്പി ആകുന്നു. നമ്മുടെ യോഗത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ ഹിസ് ഗ്രേസ് ഡോക്ടർ മാത്യൂസ് മാർ തീമത്യോസ് മെത്രാപ്പോലീത്ത ആകുന്നു. ഈ പ്രഘോഷണത്തിനും സഭയുടെ സുവിശേഷകരെയും സന്യസ്തരെയും ദൈവ ജനത്തെയും ഞങ്ങൾക്ക് നൽകുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ അധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തീമത്യോസ് മെത്രാപ്പോലീത്ത തിരുമേനി, ഇന്ന് നമ്മുടെയൊക്കെയും ആശംസയോടും ആദരവോടും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ ഇന്ന് ഏറ്റുവാങ്ങുന്ന അഭിമന്യരായ നവാഭിഷിക്തരായ സക്രിയാസ് മാർ അപ്രൈം തിരുമേനി, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് തിരുമേനി, മാത്യൂസ് മാർ സെറാഫിം തിരുമേനി, നടപടിക്രമങ്ങളിലേക്ക് നാം പ്രവേശിച്ചു. ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേട്ട് ഈ ദീർഘമായ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദൈവം നൽകിയ വലിയ ദാനമാണ് ഈ അഭിമന്യ തിരുമേനിമാർ. മാത്രമല്ല, അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി മെത്രാപ്പോലീത്ത ആയതിനു ശേഷമുള്ള ആദ്യത്തെ കൈവപ്പാണ് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. തിരുമേനിയുടെ കൈവപ്പിനാൽ 3 പേർ കൂടെ സഭയിൽ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ നാളുകളിലൊക്കെ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ പ്രത്യേകം ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചതെല്ലാവരും ഓർക്കുന്നുണ്ടാവാം. സഭയായി തന്നെ ഇതിനൊരു ദിവസം വേർതിരിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടാവാം. മണ്ഡലയോഗങ്ങൾക്ക് മുൻപ് ഇടവുകളായി അംഗീകായി ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുകയും ചെയ്തു. ദൈവം പ്രാർത്ഥന കേട്ട് ദൈവത്തിൻ്റെ ഭദ്രാസന ഭാരവാഹികളോട് ചേർന്ന് ചെയ്ത എല്ലാ ക്രമീകരണങ്ങളെ ഓർത്ത് സന്ദർശിക്കുകയും എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നു. പ്രോഗ്രാമിൽ പേരെഴുതിയിരിക്കുന്നത് മാറി അധ്യക്ഷ പ്രസംഗത്തിനായി തിരുമേനി ഇങ്ങോട്ട് വന്നതായിട്ടുള്ള അവസരം ചിലരൊക്കെ ചിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ഞാനാണ് ഇതിനോട് പറഞ്ഞത്, അധ്യക്ഷ പ്രസംഗത്തിന് ശേഷമാണ് മറ്റ് പ്രസംഗങ്ങൾ ഉണ്ടാവേണ്ടത്. തിരുമേനി അത് കേട്ട അനുസരിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ തിരുമേനി എഴുന്നേറ്റ് ഇവിടെ വരുന്നതിന് ഇടയായിട്ടുള്ളത്. 54 തരം വിവിധ പ്രോഗ്രാമുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നതായിട്ട് തിരുമേനി എപ്പോഴാണ് ഉറങ്ങുന്നത് എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ 2 ഭദ്രാസനങ്ങളുടെ ചുമതലയാണ് തിരുമേനി ഏൽപ്പിച്ചിരുന്നത്. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെയും ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെയും. അഭിനവ എപ്പിസ്കോപ്പന്മാരെ ലഭിച്ചതിൽ സന്ദർശിക്കുന്നതിൽ മുമ്പിൽ തന്നെ തിമോഥെയോസിനുണ്ട് എന്നത് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ 7 വർഷങ്ങൾ ഈ ഭദ്രാസനത്തിലെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും കാലം ചെയ്ത ഡോക്ടർ സക്രിയാസ് മാർ തീമത്യോസ് തിരുമേനി ആരംഭിച്ചതായിട്ട് എല്ലാ പ്രോജക്റ്റുകളും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും പുതിയ പ്രോജക്റ്റുകളൊക്കെ ആരംഭിക്കുകയും ചെയ്തതായിട്ട് തിരുമേനി ജനുവരി 1 മുതൽ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ ചുമതലയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഈ സന്തോഷവേളയിൽ തന്നെ തിരുമേനി ഒരു മാസത്തിനകം ഇവിടെ നിന്ന് പുതിയ ഭദ്രാസനത്തിലേക്ക് പോകും എന്നുള്ള ചിന്ത കൂടി ഞങ്ങൾ ഈ
ഭദ്രാസനത്തിൻ്റെയും റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെയും ചുമതലകളൊക്കെ നോക്കി നിർവഹിച്ച് രാത്രിയും പകലും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിൽ സഭയ്ക്കുള്ള സന്തോഷവും നന്ദിയും തിരുവനെ അറിയിക്കുന്നതോടൊപ്പം പുതിയ ഭദ്രാസനങ്ങളിലേക്ക് ഓരോരുത്തരെ മാറ്റപ്പെടുന്നതായുള്ള അവസരം പുതിയ കാഴ്ചപ്പാടോടുകൂടി, പുതിയ ദർശനത്തോടുകൂടി, പുതിയ അഭിരുചിയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നോക്കിക്കൊണ്ട് ഈ സഭയിലും വലിയ സമൂഹത്തിലും പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ഞങ്ങളെല്ലാം നിങ്ങളോടുകൂടി ഉണ്ട്. പ്രാർത്ഥനയിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ നൽകും. പ്രവർത്തന രംഗങ്ങൾക്ക് ഉത്സാഹത്തോടുകൂടി പ്രവർത്തനത്തിന് വേണ്ടതായിട്ടുള്ള പങ്കാളിത്തം നൽകി ഞങ്ങളെല്ലാം നിങ്ങളോടുകൂടി ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് ഇന്നത്തെ ഈ സ്വീകരണത്തിലൂടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം നൽകുന്നത് എന്നത് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് രാവിലെ നാം വായിച്ച എല്ലാ ദിനപത്രങ്ങളിലൂടെ വൈകിട്ട് കേട്ടതായുള്ള വാർത്തയിലൂടെ നമ്മുടെ എറണാകുളത്തെ താമസിക്കുന്നതായിട്ട് ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗം ചെയ്ത് നേരിടുന്നതായുള്ള അവസരത്തിൽ തന്നെ ഇതിവിടെ വന്നുകൂടിയിരിക്കുന്നതായ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ പ്രതിനിധികൾ എന്നുള്ളതായിട്ട് നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ദൈവത്തിന്റെ സമാധാനം വാഴുവാൻ ക്രിസ്മസിൻ്റെതായ നാളുകളിലൂടെ സാധ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം ബന്ധപ്പെടുവാൻ പ്രിയപ്പെട്ട ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലീത്ത, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ സന്തോഷവും കിരീടവുമായിരിക്കുന്ന അഭിനവ എപ്പിസ്കോപ്പന്മാരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട വികാരിജനന്മാർ, വൈദികർ, അച്ഛന്മാർ, കൊച്ചന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, അദ്ദേഹത്തിന് ആ നിലയിൽ പ്രവർത്തിക്കുവാൻ ശോഭിക്കുവാൻ ഇടയാവും. ഞാനും ഏതാണ്ട് 10 വർഷക്കാലം UK-യും യൂറോപ്പിലുമൊക്കെ ചുറ്റിക്കറങ്ങിയതാണ്. അവിടുത്തെ സാധ്യതകൾ വളരെ വലുതാണ്. അങ്ങനെയുള്ള ഒരു വലിയ ദൗത്യമാണ് സഭ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. തിരുമേനിയുടെ പല നല്ല ഡസൻ കണക്കിന് സ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും അദ്ദേഹം രൂപപ്പെടുത്തുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഒരു ചിന്ത വന്നാൽ അതൊരു പ്രോജക്റ്റായിട്ട് അവതരിപ്പിക്കുവാനുള്ള ഒരു വലിയ നൈപുണ്യം അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷനിൽ 5 ലക്ഷം രൂപ ഞാൻ തരും, 5 ലക്ഷം രൂപ നിങ്ങൾ എടുക്കണം, 40 വീട് കൊടുക്കണം. അനുഗ്രഹ പ്രഭാഷണം നൽകി നമ്മെ ധന്യനാക്കുകയും അഭിമന്യ തിരുമേനിമാർക്ക് ആദരവ് നൽകുകയും ചെയ്ത അഭിമന്യ പോസ്റ്റ് റവറൻഡ് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയോട് മാർത്തോമാ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരിലുള്ള ഹൃദയം നിർവഹിക്കുന്നത്. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ അനുമോദനങ്ങളും ആദരവുകളും അർപ്പിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പ്രാവശ്യം ഈ അഭിനവ എപ്പിസ്കോപ്പമാർ റബ്ബാച്ചന്മാർ ആയിരുന്നപ്പോൾ വാർഷികരായിട്ടുള്ള അപ്പഴ് തിരുമേനി, ഇവാനിയോസ് തിരുമേനി, ഷറാഫി തിരുമേനി, പന്തിയ വികാരി അച്ഛന്മാരെ, സഭാസ്ഥാനികരെ, സഹോദര പട്ടക്കാരെ, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇതായിട്ടുള്ള ഒരു കാര്യം, ഇവരൊക്കെ തിരുമേനിമാരായെങ്കിലും നല്ല പോകുന്ന മനുഷ്യരാണ് എന്ന് പറയുന്നതിൽ വളരെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വിശിഷ്ട അതിഥികളെ, വിശ്വാസ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം.
നമ്മുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 3 തിരുമേനിമാർക്ക് സ്വീകരണം നൽകുന്നത് വളരെ സന്തോഷം പകരുന്ന അനുഭവമാണ്. 12 വർഷത്തിന് ശേഷം 3 എപ്പിസ്കോപ്പമാരെ കൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഈ തിരുമേനിമാരുടെ ശുശ്രൂഷ മൂലം നമ്മുടെ മാർത്തോമ സഭയ്ക്ക് മാത്രമല്ല എല്ലാ സഭകൾക്കും സമൂഹത്തിനും നവചൈതന്യം ഉണ്ടാകുവാൻ ഇടയാകട്ടെ. Dr. Theodosius Marthoma, Metropolita. Malangara Orthodox Sabha, Chengalur, Bhadrasana Adhipan. Most Reverend Dr. അനേകരുടെ ജീവിതങ്ങളെ സ്പർശിച്ചു വന്ന ഈ വന്യവേദികൾ മൂവരും മലങ്കര മർത്തോമാ സുറിയാനി സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും അനുഗ്രഹമാകും എന്നതിൽ സംശയമില്ല. കാരണം ഇവർ മൂവരും ഓക്സിയോസ് ചൊല്ലിയതും ഈ സ്ഥാനത്തേക്ക് നിയോഗിച്ചതും നമ്മളല്ല, സർവശക്തനാണ്. ഫ്രഞ്ച് ആർച്ച് ബിഷപ്പായിരുന്ന തിരുമേനിമാർക്കും സ്ലീവ കൊടുക്കുവാനായിട്ട് 3 തിരുമേനി നമ്മുടെ തിരുമേനിമാരുടെ അപേക്ഷ. നിർവഹിക്കണം എന്ന് നോക്കിയിരുന്നു. അഭിനയ സക്രിയാസ്മാർ അപ്പറയും തിരുവേണ്ടി മിസ്റ്റർ ബിജു ഡാനിയൽ വർഗീസ്, അഭിനയ ഡോക്ടർ ജോസഫ് മാർ വാനിയോസ് തിരുവേണ്ടി മിസ്റ്റർ കെ ജോർജ്, അഭിനയ മാത്യൂസ് മാർ സറാഫിൻ തിരുവാനിക്ക് മിസ്റ്റർ ജോയൽ മാത്യൂസ്. നവാഭിഷിക്തരായ അഭിനന്ദ തിരുമേനിമാരുടെ മറുപടി പ്രസംഗത്തിന്റെ സമയമാണ്. ആദ്യമായി അഭിനന്ദ ദൈവം ഓർമ്മിക്കുന്നു എന്നർത്ഥമുള്ള സെക്കരിയാവ് എന്ന നാമധേയത്തിൽ അനേകം ആരാധനാ ഗീതങ്ങളുടെ ഉപജ്ഞാതാവും ഇന്ന് നാം ഉപയോഗിക്കുന്ന നമ്മുടെ ആരാധനാക്രമങ്ങളുടെ അടിസ്ഥാനമിട്ടതും പരിശുദ്ധാത്മാവിന്റെ കിന്നരം, സഭയുടെ കിന്നരം എന്നിങ്ങനെ വിവിധ പേരുകൾ അറിയപ്പെടുന്നതും അനേക പുസ്തകങ്ങളുടെ രചയിതാവും ആദിമസഭയുടെ സാമൂഹ്യ അവബോധം വളർത്തുന്നതിൽ മുൻപന്തിയിരുന്നതുമായ സഭാപിതാവ് അപ്രേമിന്റെ നാമകരണം ലഭിച്ച തിരുമേനി. അഭിനന്ദ തിരുമേനിയുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിനന്ദ തിരുമേനിമാരെ, ബഹുമാനമുള്ള അച്ഛന്മാരെ, കർത്താവിനെ സ്നേഹവന്ദനം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിനും നിങ്ങളുടെ മുൻപിൽ പ്രകാരമായിരിക്കുന്നതിനും ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വളരെ ചെറിയ തുടക്കത്തിൽ നിന്നും ദൈവം തിരഞ്ഞെടുക്കുകയും അത് ദൈവവിളിയായി സ്വീകരിക്കുന്നതിനും ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. ദൈവമാണ് തിരഞ്ഞെടുത്തത് എന്നതുകൊണ്ട് തന്നെ സഭയുടെ വിളി ദൈവത്തിൻ്റെ വിളിയായി തിരഞ്ഞെടുപ്പാൻ ഞങ്ങൾക്ക് 3 പേർക്കും ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി കരുതുന്ന ദൈവസ്നേഹം അനുഭവിക്കുന്നതിന് പല ആളുകളുമായി ബന്ധപ്പെട്ട് ദൈവകൃപ നിലനിൽക്കുന്നതിനും പ്രത്യേകമായി അഭിനന്ദ ഭാഗ്യസമ്മാനരായ അഭിനന്ദ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെയും അഭിനന്ദ ഫിലിപ്പോസ് ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെയും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും ആ സ്നേഹപരിപാലനം അനുഭവിക്കുന്നതിനും അതിലൂടെ
സഭാജനങ്ങളെയും സഭയെയും അടുത്തറിയുന്നതിന് ദൈവമിടയായി. ഇപ്പോൾ എല്ലാവരുടെയും ആശംസാ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ശുശ്രൂഷ മേഖലയിലാക്കാൻ നിങ്ങളെല്ലാവരും പോകുന്നത്. ഇവാനിയോസ് തിരുമേനിയെ സ്നേഹാദരങ്ങളോടെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, എൻ്റെ ഇടവക വികാരിയും ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വന്യ വികാരി ജനറൽ അച്ഛന്മാരെ, ആദരണീയരായ അച്ഛന്മാരെ, ദൈവജനമേ, സഭാ ഭാരവാഹികളെ, ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി, ട്രഷറർ, മറ്റ് പ്രവർത്തകരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. വിശുദ്ധന്മാരുടെ അവകാശത്തിങ്കിലേക്ക് ബലഹീനനായ ഞങ്ങളെയും കൈപിടിച്ച് നടത്തിയ സർവശക്തനായ ദൈവം നമ്പുരാന് ഞങ്ങളുടെ ഹൃദയങ്ങളുടെ അഗാധതയിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. വെളിച്ചം മുൻപിലാണ് വെളുക്കുന്നതെങ്കിൽ ഒരല്പമെങ്കിലും നിഴൽ പുറകിൽ കാണും. വെളിച്ചം പിറകിലാണ് വയ്ക്കുന്നതെങ്കിൽ നിഴൽ മുൻപിൽ കാണും. എന്നാൽ വെളിച്ചം ഉള്ളിലാണെങ്കിൽ നിഴലെ കാണില്ല. സുവിശേഷത്തിൻ്റെ വെളിച്ചം കിഴക്കിൻ്റെ കഠിന സാഹചര്യങ്ങളിൽ വളർന്ന എൻ്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ചാൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഇടവക വികാരിമാരായ അച്ഛന്മാരോടും എൻ്റെ ഗുരുനാഥന്മാരോടും എൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ പ്രിയപ്പെട്ട സഭാംഗങ്ങളോടും വളരെ കടപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള കൂടിവരവുകൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കാം. അഭിവന്യ മാത്യൂസ് മാർ സെറാഫിൻ തിരുമേനിയെ മറുപടി പ്രസംഗത്തിനായി സവിനയം ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി, അഭിനവ തിരുമേനിമാർ, വികാരി ജനറൽ അച്ഛന്മാർ, മാർത്തോമാ സഭാ സെക്രട്ടറി, മാർത്തോമാ സഭാ ട്രസ്റ്റി, ഭദ്രാസന സെക്രട്ടറി, ട്രസ്റ്റി, മറ്റ് ഇതര ചുമതലക്കാർ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, വന്യരായ അച്ഛന്മാർ, വിശ്വാസ സമൂഹങ്ങൾ, മാർത്തോമാ സഭയിലൂടെ ഈ ഒരു അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ചിറക്കിയ ദൈവം, ആ ദൈവത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതൊരു വലിയ നിയോഗവും വിളിയുമാണ് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലുകളും ബോധ്യങ്ങളും നൽകിത്തരുന്ന കൂടിവയ്പ്പുകളാണ് ഈ ദിവസങ്ങളിലൊക്കെ നടന്നത്. ഏറ്റവും അധികം ഈ നാടുകളിൽ റബ്ബാന്മാരായതിനു ശേഷം 2 ഭദ്രാസനങ്ങളിലായി ഞങ്ങൾ സമയം ചെലവഴിച്ചത് അഭിവന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയുടെ കൂടാണ്. ദർശന ദീപ്തിയുള്ള ഇടയ ശിഷ്യരെ നമുക്ക് നൽകി ദീർഘനാളത്തെ സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ദൈവം സഭയെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്തൃശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ദൈവവചനത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ മേലിരിക്കും. സർവശക്തനും നിത്യനുമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, ഞങ്ങളെല്ലാവരും അംഗങ്ങളായിരിക്കുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.